പ്രിയ, ഞാൻ വരുന്ന വഴിയേ നല്ല ഇങ്ങനെ ജമ്പ് ചെയ്താണ് വരുന്നത്. ബസ്സിന് പോകുമ്പോഴാണെങ്കിൽ പറയാൻ വേണ്ട. അതായത് നമ്മളിങ്ങനെ മോഹിനിയാട്ടം കളിക്കുന്നതിനൊരു മെയ് വഴക്കം വേണം. അതായത് കട്ടാൻ റൈറ്റല്ല, ഇങ്ങനെ ഒഴുകിയാണല്ലോ. അപ്പോൾ അതുപോലെ ഇങ്ങനെ വളഞ്ഞ് ചുറ്റി ഇങ്ങനെ വന്ന് നിൽക്കും. അതാണ് നമ്മുടെ റോഡിൻ്റെ ഒരു അവസ്ഥ. പ്രിയനും വരുന്ന സമയത്തുള്ള രീതി ഇതായിരിക്കുമെന്നാണ്. ഇതിപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടുത്തെ മാത്രം, കൊച്ചിയിലെ മാത്രം പ്രശ്നമാണോ എന്ന് വെച്ചാൽ കൊച്ചിയിൽ മാത്രമൊന്നുമല്ല, പലയിടങ്ങളിലുള്ള പടങ്ങളൊക്കെ വരുമ്പോഴേക്കും, ചിത്രങ്ങൾ വരുമ്പോഴേ നമ്മൾ കാണും ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. സുപ്രീം കോടതി അതാ ചോദിച്ചിരിക്കുന്നത്. ആണോ? എന്താ ചോദിച്ചത്? സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്, പത്രം വായിച്ചല്ലേ, 12 മണിക്കൂറാണ് റോഡ് ബ്ലോക്ക്, കുരുക്കിൽ കിടക്കാനായിട്ട് 150 രൂപ ടോളൊക്കെ ഞങ്ങൾ കൊടുക്കണോ എന്നാണ് സുപ്രീം കോടതി ഈ പറയുന്ന പലിയക്കര ടോൾ പ്ലാസയുമായിട്ട് ബന്ധപ്പെട്ട കേസിലാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കോടതിക്ക് ഒരു പൊറുതിമുട്ടി. അതെ, കോടതി പത്രം വായിച്ചു. കോടതിക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് രാജ്യത്ത് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് സുപ്രീം കോടതിക്ക് ധാരണയുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ് തൃശ്ശൂർ ഹൈവേയിലെ ബ്ലോക്ക്. എത്ര മണിക്കൂറാണ് ബ്ലോക്ക് ഒരു നിശ്ചിത മണിക്കൂറല്ല, 2-3 മണിക്കൂറല്ല, 15-18 മണിക്കൂറാണ് ഹൈവേയിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിനെ പറ്റിയിട്ടാണ് കോടതിയുടെ കൃത്യമായ വിമർശനം വന്നിരിക്കുന്നത്. പാലിയേക്കര ടോൾ പിരിവ് അടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെ ഹർജികൾ പരിഗണിക്കുന്നതായിരുന്നു കോടതി. ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റിയും ടോൾ പിരിക്കുന്ന കമ്പനിയുമാണ് ഹർജി നൽകിയത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ, ജസ്റ്റിസ് NV അഞ്ചാരിയ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. വിധി പറയാനായിട്ട് കേസ് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, കോടതി പ്രശംസിക്കണം നമ്മൾ ഇത്തരം കോടതിയുടെ നിലപാടുകൾ. കാരണം ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്ന ധർമ്മം പൂർണ്ണമായും നടപ്പിലാക്കുകയാണ് കോടതി ചെയ്യുന്നത് എന്നുള്ളതാണ്. കോടതി ഇങ്ങനെയാണ് ചോദിച്ചത്, താങ്കൾ പത്രം വായിച്ചില്ലേ, 12 മണിക്കൂറാണ് റോഡ് ബ്ലോക്ക്. ദേശീയപാത അതോറിറ്റിക്കായി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ ചോദിച്ചു. ദേശീയപാതയിലെ മുരിങ്ങൂരിൽ ലോറി മറിഞ്ഞാണ് ഗതാഗത തടസ്സം ഉണ്ടായതെന്ന് തുഷാർ മേത്ത മറുപടി നൽകി. ലോറി തനിയെ വീണതല്ലെന്നും റോഡിലെ കുഴിയിൽ വീണ് മറിഞ്ഞതാണെന്നും ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ പറഞ്ഞു. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ സർവീസ് റോഡുകൾ നിർമ്മിച്ചിരുന്നെന്നും മഴ കാരണമാണ് നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചതെന്നും തുഷാർ മേത്ത പറഞ്ഞു. ദേശീയപാതയിലെ 65 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ടോൾ എത്രയെന്ന് ചീഫ് ജസ്റ്റിസ് ഗവായ് ചോദിച്ചു. 180 രൂപയെന്ന് മറുപടി. ഈ ഭാഗത്തെ ദേശീയപാതയിലൂടെ സഞ്ചരിക്കാൻ 12 മണിക്കൂർ എടുക്കുമെങ്കിൽ എന്തിനാണ് ടോൾ? 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കേണ്ട ദൂരം താണ്ടാൻ 11 മണിക്കൂർ അധികം എടുക്കുകയാണ്. അതിന് ടോളും നൽകേണ്ടി വരുന്നു എന്ന് പറയുന്ന ഗതികേടിനെ പറ്റി കോടതി പരിഹസിക്കുകയാണ്. കോടതി നിശ്ചിതമായ വിമർശനമാണ് നൽകുന്നത്. ഈ സർവീസ് റോഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു പോകുന്നു. ഇപ്പൊ ടോൾ വിരിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഞാനും എൻ്റെ ഭർത്താവും കൂടെ കഴിഞ്ഞ വർഷം നടന്നൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് കോട്ടയം പോകണമായിരുന്നു. കോട്ടയം പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ വൈറ്റില ഹബിൽ സ്വാഭാവികം ഇറങ്ങുന്നു. അവിടെ നിന്ന് എന്തുകൊണ്ടോ ഞങ്ങൾ ബസ്സിൽ പോകാം എന്ന് കരുതുക. കാരണം മുമ്പിൽ അപ്പം തന്നെ ബസ് എടുക്കാം, അപ്പോൾ വേഗം പോകാം. മഴയുണ്ട്, നന്നായിട്ട് മഴ പെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഈ ഇടപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി എടുത്തത് മണിക്കൂറുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ആകെ എത്ര കിലോമീറ്റർ ഉണ്ടാവുക കൂടിപ്പോയാലേ. അപ്പോൾ ആ കിലോമീറ്ററുകൾ താണ്ടാനായിട്ട് മണിക്കൂറുകളാണ്. ഈ മണിക്കൂറുകൾ താണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ അവസാനം ഗതികെട്ട് പറയാണ്, നമുക്ക് ഇറങ്ങി നടന്നാലോ. അപ്പോൾ നോക്കുമ്പോൾ സർവീസ് റോഡ് നോക്കുമ്പോഴേ വെള്ളക്കെട്ട പുഴ കണക്ക് സർവീസ് റോഡുകളാണ്. കേരളത്തിന്റെ പ്രത്യേകിച്ച് എറണാകുളത്തെ കൊച്ചി കോർപ്പറേഷനകത്തുള്ള ഈ പറയുന്ന ഇടറോഡുകൾ മുഴുവൻ, നമ്മൾ ഈ പറയുന്ന കലൂര്, ചങ്ങമ്പുഴ പാർക്ക്, ഇടപ്പള്ളി മുതൽ കളമശ്ശേരി വരേക്കുള്ള പ്രദേശങ്ങളിലെ ഇടറോഡുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടാണ്. ഒരു ദിവസം മഴ പെയ്തപ്പോൾ കഴിഞ്ഞ മാസം കണ്ടതാണ്, ഒരു ദിവസം തോരാതെ മഴ പെയ്തു ജൂലൈ മാസത്തിൽ. ആ ദിവസം മുഴുവൻ ഈ പറയുന്ന കലൂരുള്ള റോഡുകളിലല്ല, എല്ലാ ഇടറോഡുകളിലും വെള്ളം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരുന്നു. നടന്നു പോകാനായിട്ട് കഴിയില്ല. അതാണ് അവസ്ഥ. തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ എന്താ? സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണത്തിൻ്റെ പേരിൽ തിരുവനന്തപുരം നഗരത്തിലെ സകല റോഡുകളും കുത്തിപ്പൊളിച്ചിട്ടിരുന്നു. അട്ടക്കുളങ്ങര ബൈപ്പാസ് ആയാലും ശരി തന്നെ, വഴുതക്കാട് റോഡ് ഈ അടുത്താണ് അതൊന്ന് തുറന്നു കൊടുത്തത്. ഇപ്പോഴും പല സ്ഥലത്തും പണികൾ നടക്കുന്നുണ്ട് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. ഈ പറയുന്ന റോഡുകളുടെ ശോച്യാവസ്ഥ, പക്ഷെ മുഖ്യമന്ത്രി പറയുക ഇതൊക്കെ യൂറോപ്യൻ നിലവാരത്തിലുള്ള റോഡുകളാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ ഹൈവേയുടെ പണി നടക്കുന്നു, ശരിയാണ്, പണി നടക്കുന്നിടത്തെല്ലാം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ 15 മണിക്കൂർ ബ്ലോക്ക് വന്നത് ലോറി മറിഞ്ഞിട്ടാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ ഒരു കാരണവശാലും ശരി തന്നെ കോഴിക്കോടേക്കോ കണ്ണൂരേക്കോ പോകണമെങ്കിൽ ഒരിക്കലും റോഡിനെ ആശ്രയിക്കാൻ നിൽക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ NH കൂടെ പോവുകയാണെങ്കിൽ സമയത്തെത്തില്ല. കാരണം ഈ പണി നടക്കുന്നതിൻ്റെ പേരിൽ മുഴുവൻ ബ്ലോക്കാണ്. നമ്മൾ MC വഴി പരമാവധി അങ്കമാലി വരെ എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് MC കൊണ്ടുള്ള ഒരു ഗുണമുള്ളത്. ബാക്കി എന്ന് പറഞ്ഞാൽ NH കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്ലോക്കാണ്.
പ്രത്യേകിച്ച് മലബാർ മേഖലകളിലേക്ക് കടക്കുന്നത് വരെ അതിഗംഭീരമായ ബ്ലോക്ക്. അപ്പം നമുക്കിവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അന്വേഷിച്ചു. അപ്പോൾ പല സുഹൃത്തുക്കളോടും സംസാരിക്കുമ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് പലരോടും ചോദിച്ചതിൻ്റെ ഭാഗത്ത് നിരന്തരമായി യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ അറിയാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈവേയിലും ഈ പറയുന്ന ബൈ റോഡുകൾ, സബ് റോഡുകൾ, സർവീസ് റോഡുകൾ, ഇവിടെയെല്ലാം തന്നെ വണ്ടികൾ തിരിച്ചുവിടും. ഈ തിരിച്ചുവിടുന്ന വഴിയിൽ വാഹനത്തിന് വേഗത കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് പോലീസുകാർ തന്നെ ഈ പറഞ്ഞ വെച്ചിരിക്കുന്ന ചില ഡിവൈഡറുകളുണ്ട്. ഡിവൈഡർ തന്നെ എടുത്ത് തിരിച്ചു വെച്ചേക്കും. അത് ഈ പറയുന്ന വെള്ളം നിറച്ച് വയ്ക്കാൻ കഴിയുന്ന ഭാരമേറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുകൊണ്ട് കോൺക്രീറ്റിൻ്റെ സ്ലാബുകളുമുണ്ട്. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ വാഹനങ്ങളുടെ വേഗത കുറച്ച് അവർ വളഞ്ഞു പോകാനാണ്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ 4-5 മീറ്റർ വീതിയുള്ള റോഡിൽ കൂടെ പോകുമ്പോൾ 4 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ വീതിയുള്ള റോഡായിരിക്കും. ചെറിയ റോഡുകളാണല്ലോ സർവീസ് റോഡുകളായിട്ട് കൊടുക്കുന്നത്. ഈ റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന വാഹനം 12 വീലുള്ള ഒരു ലോറി വന്നു കഴിഞ്ഞാൽ ഈ വെച്ചിരിക്കുന്ന റോഡിൻ്റെ ഒരു ഡീവിയേഷനൊക്കെ പറഞ്ഞുകൊണ്ടോ ഇല്ലെങ്കിൽ വേഗത കുറയ്ക്കാനോ വെച്ചിരിക്കുന്ന ഈ ഒബ്ജക്റ്റുകൾ കാരണം വണ്ടി അവിടെ തിരിഞ്ഞു പോകാൻ വലിയ പ്രയാസമാണ്. അവിടെ വന്ന് നിർത്തി അവർ ഈ പറയുന്ന ഗിയർ മാറ്റി വീണ്ടും ലോറി സശ്രദ്ധം തിരിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു 50 വണ്ടി 2 സൈഡിലുമായിട്ട് ബ്ലോക്ക് ആവുന്നു എന്നുള്ളത്. ഈ ബ്ലോക്ക് പിന്നെ മാറിപ്പോകാനായിട്ട് സമയമെടുക്കും. അപ്പോൾ കൂടുതൽ വാഹനം വരികയാണെങ്കിൽ ഈ ബ്ലോക്കിൻ്റെ നീളം കൂടും. ഇതാണ് നമ്മളുടെ റോഡുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ട്രാഫിക് ഡീവിയേഷൻ ഉണ്ട്, കൃത്യമായിട്ട് തിരിഞ്ഞു പോകാൻ കഴിയും. ഈ പറയുന്ന തടസ്സങ്ങൾ എടുത്ത് മാറ്റുകയാണെങ്കിൽ നമ്മുടെ റോഡുകളിൽ ഹൈവേയിൽ പണി നടക്കുന്നിടത്ത് പോലും നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഞാൻ ഏതാണ്ട് ദക്ഷിണേന്ത്യ മുഴുവൻ യാത്ര ചെയ്ത ആളാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ട്. എങ്കിലും ഞാൻ സഞ്ചരിച്ച പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊരിടത്ത് നമ്മുടെ ഈ പറയുന്ന ഭൂപ്രകൃതിയുള്ള അതേ സംസ്ഥാനമാണല്ലോ കർണാടകയും മഹാരാഷ്ട്രയും ഗോവയും ഒക്കെ അടങ്ങുന്ന പ്രദേശങ്ങളൊക്കെ. ഇവിടെയൊക്കെ വിശാലമായ റോഡുകളുണ്ട്. അഥവാ കർണാടകയിലെ പ്രദേശങ്ങളുടെ ഭൂപ്രദേശത്തൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നതാണ്. അവിടെ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള റോഡ് പണി നടക്കുകയാണെങ്കിൽ അവിടെ ഒരു കാരണവശാലും ട്രാഫിക് ബ്ലോക്കാകാത്ത രീതിയിൽ അവർ മറ്റൊരു സൊല്യൂഷൻ കാണും. അത് താൽക്കാലികമായിട്ട് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ താൽക്കാലികമായിട്ടാണെങ്കിൽ കൂടി അത് ഏറ്റെടുത്ത് അതിലെ വഴിയുണ്ടാക്കും. എന്നിട്ട് പഴയതുപോലെ നിർമ്മിച്ചു കൊടുക്കും അവർ. ഇവിടെ അത് നടക്കില്ല. അപ്പോൾ ഇടിച്ചു പൊളിച്ച് കയറാൻ പറ്റില്ല. അതെ, ജനങ്ങൾക്ക് വിശ്വാസമില്ല. അപ്പോൾ കൃത്യമായിട്ട് സ്വകാര്യ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ, താൽക്കാലിക റോഡിന് വേണ്ടിയിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ പഴയ പടി എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന അതേ രീതിയിൽ അവർ നിർമ്മിച്ചു കൊടുക്കും. അത് ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തി മാത്രമല്ല, അത് ഏറ്റെടുക്കുന്ന കമ്പനിയുടെ എത്തിക്സ് കൂടിയാണ്. ഇവിടെ ഊരാളുകളല്ലേ പണി നടത്തുന്നത്. ഇല്ലെങ്കിൽ അവരുമായിട്ട് ഈ പറയുന്ന സഖാക്കൾക്ക് പ്രിയപ്പെട്ടവരായിരിക്കുമല്ലോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിൻ്റെയൊക്കെ കുഴപ്പങ്ങളാണ്. കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടുകൂടി ധാർമ്മികതയോടുകൂടി പണി നടത്തുന്ന കമ്പനികളാണെങ്കിൽ അവർ ഈ പറയുന്ന പൊതു വഴിക്ക് വേണ്ടിയിട്ട് പൊതു ഗതാഗത സംവിധാനങ്ങൾക്ക് എല്ലാം ഉപയോഗിക്കാൻ, ഇല്ലെങ്കിൽ പൊതുവഴികൾ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെ സർക്കാർ റോഡിൽ പണി നടക്കുകയാണെങ്കിൽ ഒരു സ്വകാര്യ വസ്തു ഏറ്റെടുത്ത് അത് താൽക്കാലികമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് തിരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് തിരിച്ചേൽപ്പിക്കും. അവിടെ അങ്ങനെ ഏറ്റെടുത്തതിൻ്റെ ഒരു അടയാളം പോലും ഉണ്ടായില്ല. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് അത് പ്രാവർത്തികമാകാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് അതിനുള്ള ഇച്ഛാശക്തിയില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മതി. സർക്കാർ കാര്യങ്ങൾ നടക്കുമ്പോൾ വികസനം, നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയി നോക്കണം. തിരുവനന്തപുരത്ത് ഇപ്പോൾ സദേൺ റെയിൽവേയുടെ പണി നടക്കുന്നുണ്ട്. ആ പ്രദേശത്തെ ഒരു വീട്ടുകാർക്കും ഈ പറയുന്ന റെയിൽവേയുടെ വശങ്ങളിൽ താമസിക്കുന്ന ഒരു മനുഷ്യന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയില്ല. ഒന്നുകിൽ അവിടുത്തെ ഉയർന്ന പ്രദേശങ്ങളാണെങ്കിൽ ഇവർ കുത്തിപ്പൊളിച്ച് ഏത് നിമിഷം ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലേക്ക് മാറും. എൻ്റെ വീടടക്കമൊക്കെ അങ്ങനെയായിരിക്കുന്നത്. രണ്ടാമതാണെങ്കിൽ വേനലാണെങ്കിൽ പൊടി കൊണ്ട് കിടക്കപ്പുറത്തി ഉണ്ടാവില്ല. പൊടി പറന്നിട്ട് ഇവരുടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കും. മൂന്നാമത് ഈ പറയുന്ന അവിടുത്തെ ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള വഴി മുഴുവൻ ഇവർ അലങ്കോലമാക്കി താറുമാറാക്കിയിട്ടിരിക്കും. അതുവഴി ഏതെങ്കിലും ഒരു വണ്ടി കടന്നു പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസമുണ്ട്, അപകടം ഉണ്ടാകാനുള്ള എല്ലാ വകുപ്പും ഒരുക്കിയിട്ടായിരിക്കും ഇവർ പണി നടത്തുന്നത്. നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനം ഇങ്ങനെയാണ് നടക്കേണ്ടത്. ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ഒരു വികസന പ്രവർത്തനം നടക്കുക. ഒരു പൈപ്പ് ലൈൻ കുഴിക്കുന്നു, അവിടെ റോഡ് ബ്ലോക്കാണ്. ഒരു ടെലിഫോൺ കേബിൾ പാസ് ചെയ്ത് പോകണം, അവിടെ റോഡ് ബ്ലോക്കാണ്. ഇത് ചെയ്യാതെ മാതൃകാപരമായിട്ട് ലോകത്ത് മറ്റ് സാധ്യതകളുണ്ടെന്നേ. ഇത് 50 കൊല്ലം കഴിഞ്ഞിട്ടേ നമ്മുടെ നാട്ടിൽ വരാവൂ എന്നുള്ള ശാഠ്യം ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ നാട്ടിലും പ്രശ്നങ്ങളില്ലാതെ ആൾക്കാർക്ക് യാത്ര ചെയ്യുകയും സമാന്തരമായി തന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്താനും കഴിയും. പക്ഷേ ഇതൊരു ദുർവാശിയാണ്. ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്ത് അത് റെയിൽവേ ആയാലും ശരി, നാഷണൽ ഹൈവേ അതോറിറ്റി ആയാലും ശരി,
ഇനി PWD ആയാലും ശരി തന്നെ, ഈ സർക്കാരിൻ്റെ തദ്ദേശ വകുപ്പുകളായാലും ശരി തന്നെ, ഇവരെല്ലാവരും ഒരു തീരുമാനമെടുത്തിരിക്കുന്ന പോലെ എന്തോ ജനങ്ങളോട് വിരോധമുള്ള പോലെയാണ് പലപ്പോഴും തോന്നുന്നത്. ഇപ്രകാരമല്ല, കോടതി എന്തായാലും ഇടപെട്ടിരിക്കുന്നു. കൃത്യമായ പരിഹാസവും ശാസനയും കോടതിയുടെ ഭാഗത്ത് നിന്നിരിക്കുന്നു. ഇതിൽ നിന്നെങ്കിലും ഒരു നാണമുണ്ടെങ്കിൽ, അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ സർക്കാർ മാറി ചിന്തിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.